നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സീരീസിൽ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കൂടി ആകുമ്പോഴത്തേക്കും ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പൂർണ്ണമാകും. ഇനി നമുക്ക് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോറസ്റ്റ് പൂർത്തിയാക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യത്തെ പോയിന്റ് വനമഹോത്സവം, അല്ലേ? എന്താണ് വനമഹോത്സവം എന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. വനസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി സന്തുലനം എന്നീ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, ഒരു പ്രസ്ഥാനമാണ് ഏത്? വനമഹോത്സവം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 1950 ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷി. അപ്പോൾ വനമഹോത്സവം എന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലേ? വനസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി സന്തുലനം എന്നീ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് 1950 ആരംഭിച്ച ഒരു മൂവ്മെന്റ്. അതിന് നേതൃത്വം കൊടുത്തതാര്, അത് ആരംഭിച്ചതാര് എന്ന് ചോദിച്ചാൽ KM മുൻഷിയാണ്, അല്ലെ? ആരാണ് KM മുൻഷി എന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമെങ്കിൽ അതിനകത്ത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ടോപ്പിക്ക് പഠിക്കും. ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അല്ലേ? കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കകത്തുള്ള ഒരു അംഗമായിരുന്നു ആര്? KM മുൻഷി. അദ്ദേഹമാണ് പിന്നീട് 1950 ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്, ഏതാഴ്ചയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വനമഹോത്സവ വാരമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1 മുതൽ 7 വരെയാണ്. ജൂലൈ 1 മുതൽ 7 വരെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സംഘടനയിലോട്ട് വരാം. IUCN എന്ന് പറയുന്ന സംഘടന, അല്ലെ? IUCN നിങ്ങൾക്കറിയാം, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നുള്ളതാണ് IUCNന്റെ പൂർണ്ണ രൂപം. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, അല്ലെ? അതിന്റെ ആസ്ഥാനമോ? അതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ് IUCNന്റെ ആസ്ഥാനം. 1948 ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ 1948 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി രൂപീകരിച്ച അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN. IUCNുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം, ചുവന്ന വിവരങ്ങളുടെ പുസ്തകം, റെഡ് ഡാറ്റ ബുക്ക്, അല്ലെ? ലോകത്ത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ചുവന്ന വിവരങ്ങളുടെ പുസ്തകം അഥവാ റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? അത് IUCN ആണ്, അല്ലെ? IUCN. അവിടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കണം. ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിലുള്ളത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ചാണ്, അല്ലെ? വംശനാശ ഭീഷണി നേരിടാത്ത ജീവജാലങ്ങളെ കുറിച്ച്, അതായത് ഈ പറഞ്ഞ നോട്ട് ത്രെട്ടൻഡ് ആയിട്ടുള്ള ജീവജാലങ്ങളെ കുറിച്ച് ഏതിനകത്ത് പ്രതിപാദിക്കുന്നില്ല? ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വായിക്കണം. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ചില ഏരിയ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഈ വംശനാശ ഭീഷണി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല തലങ്ങളുണ്ട്. ഒരു തലമാണ് ലീസ്റ്റ് കൺസേൺ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ലെവലുണ്ട്, ലീസ്റ്റ് കൺസേൺ. ഉദ്ദേശിച്ചത് എന്താണ്?
വംശനാശ ഭീഷണി ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് പേടിക്കേണ്ടതില്ല ഇപ്പോ എന്നുള്ളതാണ്. പക്ഷെ സൂക്ഷിക്കണം, ലീസ്റ്റ് കൺസേൺ, അതിന് മുകളിലാണ് വൾണറബിൾ. വംശനാശ ഭീഷണി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ജീവജാലങ്ങൾ ദുർബലമായി കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ജീവജാലങ്ങളാണ് വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അടുത്ത തലം, അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലമാണ് ഏത്? എൻഡാഞ്ചേർഡ്. നന്നായിട്ട് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതാണ് എൻഡാഞ്ചേർഡ്. ഇനി അതിനു മുകളിലുള്ള തലമാണ് ഏത്? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. അതായത് വളരെ അപകടകരമായ വിധത്തിൽ ഈ പറഞ്ഞ ജീവജാലങ്ങൾ ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നു? വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതാണ് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. അപ്പോൾ ഓരോ തലങ്ങളാണ്. ലീസ്റ്റ് കൺസേൺ, അതിന് മുകളിൽ വൾണറബിൾ, അതിന് മുകളിൽ എൻഡാഞ്ചേർഡ്, അതിന് മുകളിൽ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. അപ്പോൾ ആ പറഞ്ഞ തലങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനും അത് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ചീറ്റ എന്ന് പറയുന്ന ജീവവർഗം നിങ്ങൾക്കറിയാം. ചീറ്റ ഇന്ത്യൻ കാടുകളിൽ എന്തായ വംശനാശം സംഭവിച്ച ജീവിവർഗമാണ്. ഇന്ത്യൻ കാടുകളിൽ എക്സ്റ്റിങ്ക്റ്റ് ആയ വംശനാശം സംഭവിച്ച ജീവിവർഗമാണ് ഏത്? ചീറ്റ. 1950കളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ജീവിവർഗമാണ് ഏത്? ചീറ്റ, അല്ലെ? ഈ അടുത്ത കാലത്ത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, നമീബിയയിൽ നിന്നുമൊക്കെ ചീറ്റകളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഈ പറഞ്ഞ ചീറ്റകളെ ഇന്ത്യൻ കാടുകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കുനോ നാഷണൽ പാർക്കിൽ ചീറ്റകളെ പാർപ്പിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചീറ്റ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആണ്. ഇന്ത്യയിൽ എന്താണ്? എക്സ്റ്റിങ്ക്റ്റ് ആണ്, വംശനാശം സംഭവിച്ചതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കഴുകൻ. ഇന്ത്യൻ കഴുകൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു പക്ഷിയാണ്. ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. ആകെ ലോകത്ത് എണ്ണി പറക്കിയാൽ ഒരു 200 താഴെ ഈ പറഞ്ഞ ഇന്ത്യൻ കഴുകനെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ ഭയങ്കരമായ രീതിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന, അപകടകരമായ വിധത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഇനമാണ് ഏത്? ഇന്ത്യൻ കഴുകൻ. അത് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്? മലബാർ വെരുക് പശ്ചിമഘട്ടത്തിലുള്ള ഒരു ജീവി വർഗമാണ്. പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മലബാർ വെരുക്. അതും ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ നമ്മൾ പിന്നീട് പഠിക്കുമെങ്കിൽ ഇപ്പോൾ ഒന്ന് പറയാം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷി ഇനമാണ്. രാജസ്ഥാനിലെ ഔദ്യോഗിക പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരമുള്ള പക്ഷിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. മൊത്തത്തിലുള്ള ഒരു കണക്ക് വെച്ചിട്ട് ലോകത്ത് ഏതാണ്ട് 150ൽ താഴെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷി വിഭാഗമേ ഉള്ളൂ. അത്രയും പക്ഷികളെ ഉള്ളൂ. അതൊക്കെ ഏതാണ്? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. അപ്പം ഞാൻ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ 3 ജീവികളെ പരിചയപ്പെടുത്തി. ഒന്ന് ഏഷ്യൻ കഴുകൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന മറ്റൊരു പക്ഷി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വെരുകാണ്. ഏതാണ്? മലബാർ വെരുക്. മലബാർ വെരുക് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവിവർഗമാണ് മലബാർ വെരുക്. ഇതെല്ലാം എന്താണ്? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് ആണ്. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഏഷ്യൻ ആന. ഏഷ്യൻ ആന IUCNന്റെ സ്റ്റാറ്റസ് പ്രകാരം എങ്ങനെയാണ്? അത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. അതുപോലെ ഇന്ത്യൻ കടുവയോ? ഇന്ത്യൻ കടുവയും എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇന്ത്യൻ കടുവ എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പശ്ചിമഘട്ടം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ് അതിൻ്റെ IUCN സ്റ്റാറ്റസ് എന്താണ്? അത് ഈ പറഞ്ഞ എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്, സിംഹവാലൻ കുരങ്ങ്, അല്ലെ? അതുപോലെ നീലഗിരി താർ, വരയാട്, ഏത് വിഭാഗത്തിലാണ് വരുന്നത്? നീലഗിരി താർ വരുന്നത് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്, അല്ലെ? അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നീലഗിരി ലങ്കൂർ. നീലഗിരി ലങ്കൂർ അഥവാ കരിങ്കുരങ്ങ്, അത് വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അതുപോലെ നീലഗിരി മാർട്ടൻ. നീലഗിരി മാർട്ടൻ എന്ന് പറയുന്നത് ഒരു തരം മരനായയാണ്, മരപ്പട്ടിയാണ്. നീലഗിരി മാർട്ടൻ അതും വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ആ വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഏഷ്യൻ സിംഹവും ഉൾക്കൊള്ളുന്നത്. വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഏഷ്യൻ സിംഹവും ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിക്കോണം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ, ബുസറോസ് ബൈകോർണിസ്. ബുസറോസ് ബൈകോർണിസ്
അതും ഏത് വിഭാഗത്തിലാണ്? വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് മലമുഴക്കി വേഴാമ്പലും വരുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വംശനാശ ഭീഷണി നേരിടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പല തലങ്ങൾ ഏതൊക്കെയെന്ന് കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കണം. നോട്ടിനകത്ത് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതിന് ശേഷം അതൊന്ന് വായിച്ചു നോക്കുക, ക്ലിയർ ആവും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു സംഘടന UNEP, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEP എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പരിസ്ഥിതി സംഘടനയാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി ഏജൻസിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി ഏജൻസിയാണ് യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അല്ലെ? UNEP രൂപം കൊള്ളുന്നതിന് കാരണമായിട്ടുള്ള ഒരു സമ്മേളനമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ഫലമായി രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഘടകം ഏത് എന്ന് ചോദിച്ചാൽ UNEP ആണ്, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കെനിയയിലെ നെയ്റോബിയാണ്. അപ്പോൾ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഘടകം ഏതെന്ന് ചോദിച്ചാൽ UNEP ആണ് എന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുമല്ലോ. ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നതിന് തീരുമാനിച്ചതും ഈ പറഞ്ഞ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനമാണ്. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം നടന്നത് ജൂൺ 5 ആ ദിവസമാണ് പിന്നീട് ഈ പറഞ്ഞ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കാനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്. അപ്പോൾ 1972 ജൂൺ 5 അതായത് ഈ പറഞ്ഞ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ രൂപം കൊണ്ട പരിസ്ഥിതി ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് UNEP ആണ്. ഓർത്തു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. വേറൊരു സംഘടനയാണ്. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ്. ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. 1961 രൂപം കൊണ്ട സംഘടന. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ എവിടെ? ഗ്ലാൻഡ്. അല്ലെ? IUCN ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ്. അതുപോലെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ WWF അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ്. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ അതിന്റെ ലോഗോയിൽ ഒരു ജീവിയുണ്ട്. ആ ജീവി ഏതാണ്? ജയന്റ് പാണ്ട, ഫീമൻ പാണ്ട. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വച്ചിരുന്നാൽ മതി. ഗ്രീൻ പീസ് പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടനയാണ്. 1971 രൂപം കൊണ്ട ഗ്രീൻ പീസ്. 1961 വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ രൂപീകരിച്ചത്. UNEP രൂപീകരിക്കുന്നത് 1972 അത് കഴിഞ്ഞിട്ട് IUCN രൂപീകരിച്ചത് 1948 ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഗ്രീൻ പീസ് രൂപീകരിക്കുന്നത് 1971. അത് അറിയപ്പെടുന്നത് പരിസ്ഥിതി കമാൻഡോകൾ എന്നുള്ള പേരിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സംഘടന ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കണം. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോക കാലാവസ്ഥാ സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനീവയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചോദ്യമാകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. തീർച്ചയായിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്നിടത്തുനിന്ന് 1 മാർക്കിന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഏതാണ്ട് ഒരു 10-12 പോയിന്റുകളാണ് പറയുന്നത്. അവിടെ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. മിക്കവാറും ഈ ചോദ്യം തരുന്നത് ഈ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ഇത്തിരി പ്രയാസമായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ
അതൊരു സ്ഥാപനമാണ്. ഇന്ത്യയുടെ വനവുമായി ബന്ധപ്പെട്ട വനപരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. നോട്ടൊന്ന് വായിച്ചോണം. നോട്ട് വായിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ തൽക്കാലം കേൾക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അതിൻ്റെ ആസ്ഥാനം എവിടെയും ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞൊരു സ്ഥാപനമാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ ഡെറാഡൂൺ. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രയാസം എന്ന് പറഞ്ഞ് കളയരുത്. ഇതൊക്കെ ഒരു മാർക്കാണ്. 10ഓ 15ഓ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചതുമാണ്. എവിടെയും ചോദിച്ചാൽ കോയമ്പത്തൂരാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, അത് ഡെറാഡൂൺ. ഇവിടെ പറഞ്ഞ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോയമ്പത്തൂരാണ്. അടുത്ത നോക്ക്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നിങ്ങൾക്ക് അറിയാം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയും ചോദിച്ചാൽ ഡെറാഡൂൺ. ഇനി അത് നോക്ക്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രോപ്പിക്കൽ എന്നുള്ള വാക്ക് ഉഷ്ണമേഖല എന്ന് പറയുന്ന മലയാളം വാക്കാണ്. ഉഷ്ണമേഖല വനങ്ങളുമായി ബന്ധപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയും ചോദിച്ചാൽ ജബൽപൂരാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ ജബൽപൂർ. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് മധ്യപ്രദേശ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ജബൽപൂർ, മധ്യപ്രദേശ്. അടുത്തതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ARID, അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേട്ട് പേടിക്കരുത്. അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, മരുഭൂമി, അതായത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചൂടുള്ള മരുഭൂവൽക്കരിക്കപ്പെട്ട ആ പ്രദേശത്തുള്ള വനങ്ങളെ കുറിച്ചുള്ള അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ ജോധ്പൂരാണ്. എവിടെയാണ്? ജോധ്പൂർ. എവിടെ ആയിരിക്കും? രാജസ്ഥാനിലാണ്, അല്ലെ? അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ വരണ്ട സ്ഥലമാണ്. അപ്പൊ അതിന് പറ്റിയ സ്ഥലം എവിടെയാണ്? രാജസ്ഥാനാണ്, അല്ലെ? അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ ജോധ്പൂരാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു ജബൽപൂർ. ജബൽപൂർ എവിടെ? മധ്യപ്രദേശ്. ജബൽപൂർ, മധ്യപ്രദേശ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പറഞ്ഞത്? ഡെറാഡൂൺ. ശരി, അടുത്തത് റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഏത് ഭാഗമാണ്? വടക്ക് കിഴക്കൻ ഭാഗമാണ്. റെയിൻ ഫോറസ്റ്റ് വടക്ക് കിഴക്കൻ ഭാഗമാണ്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ ജോർഹട്ട്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ജോർഹട്ട്. ജോർഹട്ട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ആസാം. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ഏത്? ആസാം, അല്ലെ? അത് മഴക്കാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ അരിഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് മരുഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് അത് ഉഷ്ണമേഖല വനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അത് ഈ പറഞ്ഞ മഴക്കാടുകളുമായി ബന്ധപ്പെട്ട ഗവേഷണമാണ്. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ജോർഹട്ട്, അതെവിടെയാണ്? ആസാം. ജോർഹട്ട്, ആസാം. ഇനി അത് കഴിഞ്ഞിട്ട് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ? ഹിമാലയ എന്നാണ് പറഞ്ഞത്. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ ആ സ്ഥലം ഏതാണ്? ഷിംല. ആ സ്ഥലം ഏതാണ്? ഷിംല. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇതിലേതെങ്കിലും 3-4 തരും, ചേരുംപടി ചേർക്കാൻ തരും. അവിടെ ഒരു മാർക്ക് പോകാതെ നോക്കിക്കോ. ഈ ഭാഗത്ത് മൊത്തം 5 മാർക്കാണുള്ളത്. അതിൽ ഒരു മാർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പൊ അത് പോകാതെ നോക്കിക്കോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യം വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ 2 കൂട്ടുകാരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. ഒന്ന് നോക്കി വയ്ക്കുക, അത് കിട്ടും. അപ്പോൾ ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിമാലയ എന്ന് കേൾക്കും, ഹിമാചൽ പ്രദേശ് ഓർമ്മ വരുന്നില്ലേ? അപ്പൊ അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഷിംല. ഇനി അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് റിസർച്ച് സെന്റർ. ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ഫോർ ബാംബു ആൻഡ് റാട്ടൺ. ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബാംബു ആൻഡ് റാട്ടൺ. ബാംബു എന്ന് പറഞ്ഞാൽ എന്താ? മുള. റാട്ടൺ, RATTAN. റാട്ടൺ എന്ന് പറഞ്ഞ ചൂരൽ. നമ്മൾ ചൂരൽ എന്ന് പറയും.
അല്ലെ? ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ഓഫ് ബാംബു ആൻഡ് റാട്ടൺ എവിടെയും ചോദിച്ചാൽ അത് ഐസ്വാൾ ആണ്. മുളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ബാംബു ആൻഡ് റാട്ടൺ അല്ലെ, അത് മുളയുമായി ബന്ധപ്പെട്ടതാണ്, ചൂരലുമായി ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനം അല്ലെ. നമുക്കറിയാം ബാംബു എന്ന് പറയുന്നത് എന്താണ്? ബാംബു എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. പുല്ലുവർഗത്തിൽപ്പെട്ടതും വളരെ വേഗത്തിൽ വളരുന്നതുമായിട്ടുള്ള ഒരു സസ്യമാണ് ഏത്? ബാംബു അല്ലെ. പുല്ലുകളെ കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി. പുല്ലുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയും? അഗ്രസ്റ്റോളജി. അതിനകത്താണ് ബാംബുവും വരുന്നത്. അതേസമയം ഈ പറഞ്ഞ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പഠനം ഡെൻഡ്രോളജി. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ് ഏത്? ഡെൻഡ്രോളജി. ഇവിടെ ഇപ്പൊ പുല്ല് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? അഗ്രസ്റ്റോളജി എന്നുള്ളത് ഓർക്കുക. ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്നത് ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ബാംബു ആൻഡ് റാട്ടൺ എവിടെയും ചോദിച്ചാൽ ഐസ്വാൾ. ഐസ്വാൾ എന്ന് പറയുന്നത് ഏതിന്റെ തലസ്ഥാനമാണ്? മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് അല്ലെ. മിസോറാം ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാൾ. മിസോറാമിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മുളകളുടെ റാണി. ഇന്ത്യയുടെ മുള റാണി എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഐസ്വാൾ. അപ്പൊ ആ പറഞ്ഞ കാര്യം അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഡെറാഡൂൺ അല്ലെ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതും പഠിച്ചു, ഡെറാഡൂൺ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അതെവിടെയും ചോദിച്ചാൽ അത് ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാൽ. അവിടെ മധ്യപ്രദേശ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു ആണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ബംഗളൂരു ആണ്. ഇതെല്ലാം ഈ പറഞ്ഞ വനവുമായി വന ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങൾ എവിടെയെന്ന് അറിയണം. അത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. അപ്പൊ ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയും ചോദിച്ചാൽ ബംഗളൂരു ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ ഒരു ചോദ്യം, സെൻട്രൽ ആഗ്രോ ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ആഗ്രോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് വനവും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം. സെൻട്രൽ ആഗ്രോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഝാൻസിയിലാണ്. എവിടെയാണ്? ഝാൻസി, ഉത്തർപ്രദേശ്. അതുപോലെ നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ചോദ്യമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഡെറാഡൂൺ ആണ്. നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ. ഇവിടെയാണ് ഈ പറഞ്ഞ വന പരിശീലനം കൊടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഫോറസ്റ്റിലെ ഗാർഡുകൾക്കൊക്കെ ഈ പറഞ്ഞ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് NTCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കാം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, കടുവാ സംരക്ഷണ അതോറിറ്റി. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്ക്. കടുവാ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കാണാം. ആ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിക്കാം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഇപ്പൊ ആരാണ്? ഭൂപേന്ദ്ര യാദവ് അല്ലെ. അപ്പോ ഈ പറഞ്ഞ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതിന്റെ ഈ പറഞ്ഞ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഒരു സ്ഥാപനമാണ് നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നീറി എന്ന് പറയും. നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ നീറി. നീറിയുടെ ആസ്ഥാനം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നീറി എവിടെയാണ്? അതിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് നാഗ്പൂരാണ്. എവിടെയാണ്? നാഗ്പൂർ അല്ലെ. അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീറിയുടെ അധ്യക്ഷൻ ആര്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അല്ലെ. ഇവിടെ ഈ പറഞ്ഞ നീറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആരാണ്? പ്രധാനമന്ത്രി. നീറി
നാഗ്പൂർ. നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. നീറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയാം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊൽക്കത്തയാണ് എന്നുള്ളത് ഓർക്കുക. ഇത്രയും കേട്ടിട്ട് അങ്ങ് പോവരുത്. നേരെ ചെല്ലണം, പുസ്തകം എടുക്കണം. പുസ്തകം എടുത്തിട്ട് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വായിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ട ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ദിവസങ്ങൾ ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുസ്തകം ഏതായിരിക്കും നിങ്ങൾ നോക്കുന്നത്? പുസ്തകം എന്താ? ഇതാണ്. ഈ പറഞ്ഞ് നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. 88 പേജുള്ള പുസ്തകം. 75 രൂപയാണ്. പുസ്തകം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. പക്ഷെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട് അയച്ചു തരാം. ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ ആ നോട്ട് അയച്ചു തരാം. അതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ടായിട്ട് ഈ പുസ്തകമായിട്ട് തരാനായിട്ടില്ല. പുസ്തകം സോൾഡ് ഔട്ടാണ്, വിറ്റ് തീർന്നു. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിക്കത്തക്ക വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം ഈ ക്ലാസ് ഒന്ന് കേൾക്കുക. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ സെറ്റാവും. പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, സാറേ ഈ ക്ലാസ് തീർക്കുമെന്ന്. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടുണ്ട്. തീർക്കാതെ പോയ ക്ലാസ്സുകളൊന്നും ആസ്ഥ അക്കാഡമിയുടെ 5 കൊല്ലത്തെ യൂട്യൂബ് ചരിത്രത്തിലില്ല. ഏതെങ്കിലും ഒരെണ്ണം സൂചിപ്പിക്കാമോ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? തുടങ്ങിയിട്ട് ഈ പറഞ്ഞ് പൂർത്തിയാക്കാതെ പോയ ഏതെങ്കിലും ക്ലാസ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ചാനലിൻ്റെ കൂടെ ഒരു പ്രശ്നവുമില്ല. ഈ പുസ്തകം വാങ്ങിക്കുക. പുസ്തകമായിട്ടില്ല, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട് ഞങ്ങൾ അയച്ചു തരാം. എന്നിട്ടൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ ഈ ചാനലിനെ എത്തിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനുള്ള ഒരു ഊർജ്ജവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.